ജൂലൈ 6 തിയേറ്ററിലെ വേണ്ടി ഞാൻ പാർട്ട്നേഴ്സ് നോക്കാം. ഇന്നലെ അത് ഇറങ്ങി. ഇന്നലെ അളിയാൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് ബസ്സിലേറ്റ് വന്നു. ജാഗിൽ പോയിട്ട് ആടുന്ന് അതിൻ്റെയൊക്കെ ഞാനും ബസ്സിലേറ്റ് വന്നു. അവിടെ ജാഗ് പിന്നെ ചെറുപ്പം കഴിഞ്ഞിട്ട് അവനെ അവൻ ജാഗ് വെക്കാൻ വേണ്ട ജാഗ് വെച്ചിട്ട് ബസ്സിലോട്ട് ഇന്നലെ ബസ്സിലോട്ട് പടിയെടുക്കുന്ന ശരി നടന്നിട്ട് പോയി ഗൈസ്. അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് വരാം. അപ്പോൾ ഞാൻ വന്ന് കണ്ടില്ല ഞാനും കൊണ്ട് പിന്നെ കുറച്ചാളെല്ലാം അടിയിടലായിട്ടുണ്ട് എൻ്റെ ലേശം. ഞാൻ നോമാകുള്ള പാർട്ട്നേഴ്സ് തോട്ടത്തിൻ്റെ ഫിലിം നോക്കാൻ വന്ന ഞാൻ ഇപ്പോൾ 5ാമത്തെ തൊട്ടായി വരുന്നത്. ഫസ്റ്റ് ലിയോ നോക്കാൻ, പിന്നെ ബാന്ദ്ര നോക്കാൻ, പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ തെറുപ്പോൾ പിന്നെ ഈ ഫിലിം കൂടി 5ാമത് വരുമ്പോൾ ജയിച്ചു ഉണ്ടല്ലേ. നിങ്ങളെ പാണ്ടിൽ തൊട്ട ഫിലിം നോക്കാൻ ആരുമില്ല. സീറ്റ് ഫുള്ള് കാലി. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ള. അപ്പോൾ ഒരു സീറ്റിൽ ഒരാളില്ല. കണ്ടോ ബാക്കല്ലോ അല്ലേ. കാസർഗോഡത്തെ ഫിലിമിൽ ബാക്കെല്ലാം കൊണ്ടല്ലേ കാണുന്നത്. നോയിക്കോളി പാലൂറ ഞാനിനോ കൂട്ട് നോക്കാം. മിസ്റ്റർ കൃഷ്ണകുമാർ ഇതുപോലൊരു പരിപാടി നടക്കുമ്പോ പോലീസ് സ്റ്റേഷനിൽ ഇവരെ അറിയണം നടന്നു. അത് സാർ തിരക്കിനിടയിൽ വിട്ടുപോയിരുന്നു. എത്ര തിരക്കാണ്? എത്ര ലക്ഷം സാർ? 1 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. 1 ലക്ഷം? അത്ര സാർ ഇതിലൊരു സൈൻ വേണം. തോട്ടത്തില് എൻഡോസൾഫാൻ അടിക്കുന്നുണ്ട്. അതിന്റെ കുഴപ്പം കൊണ്ടാന്നാ പറഞ്ഞത്. എന്റെ കുഞ്ഞിക്ക് മാത്രമല്ല, ഈ നാട്ടില് ജനിച്ചു വരുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും പേര് പോലും അറിയാത്ത ഓരോരോ അസുഖങ്ങളാണ്. ഇവരുടെ അച്ഛൻ മരിച്ചതും അസുഖം വന്നിട്ടാ. ലക്ഷ്മി, എനിക്ക് ഈ മാല പണയം വെക്കാൻ പറ്റുമോ ബാങ്കില്? വലിയ ഉപകാരം സാറേ. ഞാൻ പോയിട്ട് സാറേ, വിജയ് സാർ പറയുന്ന പോലെ ലോണിന് വരുന്ന എല്ലാവരെയും അങ്ങനെയൊന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ? ഹെഡ് ഓഫീസിൽ നിന്ന് അപ്രൂവൽ വരാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്ത് കാരണം പറഞ്ഞിട്ടായാലും ഒഴിവാക്കി വിട്ടേ പറ്റൂ.